അപ്പോഴേ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനും എത്തിയിട്ടോ. ഇത്തവണത്തെ തൃശ്ശൂർ പൂരം എക്സിബിഷന് ചില സ്ഥലങ്ങൾ കാണാൻ മാത്രമല്ല വീണ്ടും ഒരിക്കൽ കൂടി ജീവിക്കാനുള്ള ഓർമ്മകളാണെന്നേ. എനിക്ക് തൃശ്ശൂർ പൂരം എക്സിബിഷൻ ഇന്നും അങ്ങനെയാണ്. എക്സിബിഷൻ എന്ന് കേൾക്കുമ്പോഴേ വളർന്നതിന് ശേഷമുള്ള കാര്യങ്ങളെക്കാൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ പഴയ കുട്ടിക്കാലമാണ്. ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ പോയിരുന്നൊരിടം. സമ്മർ വെക്കേഷനിലെ മെയിൻ അട്രാക്ഷനും ഇത് തന്നെയായിരുന്നു. ഒരിക്കൽ പോയാലും കൊതി തീരാതെ എക്സിബിഷൻ കഴിയുന്നതിന് മുമ്പേ തന്നെ അച്ഛനെ കൊണ്ട് വീണ്ടും ടിക്കറ്റ് എടുപ്പിച്ച് പലവട്ടം ഇങ്ങോട്ട് വരുമായിരുന്നു. ഇന്ന് കാണുന്നവർക്ക് ഇതിപ്പോൾ വെറും ഒരു സാധാരണ സ്ഥലം മാത്രമായിരിക്കാം. പക്ഷേ ഈ ഓൺലൈൻ ഷോപ്പിങ്ങും വലിയ മാളുകളും അമ്യൂസ്മെൻറ്റ് പാർക്കും ഒക്കെ സജീവമാകുന്നതിന് മുമ്പ് തന്നെ ബോംബെ, ഡൽഹി, കാശ്മീരൊക്കെ നമ്മുടെ മുന്നിൽ തുറന്നു തന്നിരുന്ന ഒരു അത്ഭുത ലോകമായിരുന്നു ഈ എക്സിബിഷൻ. പണ്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും കോഴിക്കോടും ഒക്കെ ഇതുപോലെ വലിയ എക്സിബിഷൻ ഉണ്ടായിരുന്നെങ്കിലും കൊളംബസും ജെയിൻറ്റ് പോലെയുള്ള വലിയ റൈഡുകൾ കാണാൻ കൊച്ചിയിൽ നിന്നും പാലക്കാട് നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരുമായിരുന്നു. അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ പവലിയൻ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് പൂരപ്പറമ്പിലെ ഓരോ കോണും എനിക്ക് അത്രമേൽ പരിചിതമാണ് കേട്ടോ. വർഷങ്ങൾക്ക് ശേഷം ഇന്ന് എൻ്റെ വാവക്കുട്ടിനെയും കൂട്ടി അച്ഛൻ്റെയും അമ്മയുടെയും കൈപ്പിടിച്ച് നടക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതി എന്തോ ഒന്ന് തിരിച്ചു കിട്ടിയ സന്തോഷമാണ്. ഇന്ന് വലിയ വലിയ മാളുകളും അമ്യൂസ്മെൻറ്റ് പാർക്കുകളും ഒക്കെ ഉണ്ടെങ്കിലും പണ്ടത്തെ ഈ ഒരു വൈബ് അതൊന്ന് വേറെ തന്നെയാട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.